1 കപ്പ് ഉഴുന്നരിച്ചത്, അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുക. എരിക്ക് ആവശ്യമായ പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക. നമുക്കിവിടെ 2 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. 1 സവാള ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയില ഓപ്ഷനിലാണ്. 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോകാം. കടായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചീസാണ്. ചീസ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉരുളാണ് നമ്മൾ എടുക്കുക. ഇതിലേക്ക് നടുക്ക് ചെറിയൊരു ഹോൾ വെച്ചതിന് ശേഷം ഒരു പീസ് ചീസ് വെക്കുക. അതിനെ റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബൗളിലണക്ക് ആക്കി വെച്ചിരിക്കുന്ന ചീസ് വട ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ചീസ് വട റെഡിയായി. എണ്ണയൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചീസ് വട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചീസ് വട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസ് വട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചീസ് ബോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. കണ്ടോ, നമ്മുടെ ചീസ് എല്ലാം മെൽറ്റായി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയ നമ്മുടെ ചീസ് വടയാണ്. ഇതിനകത്തുള്ള എല്ലാ ചീസും നല്ലതുപോലെ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു, ബൈ.